വാർത്തകളിലേക്ക് കടക്കുകയാണ്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം. ജൂലൈ 3 മുതൽ ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാനാണ് ധാരണയായിട്ടുള്ളത്. എന്തായാലും ജൂലൈ 3-ാം തീയതി മാർത്തോമാ ശ്ലീഹായുടെ തുഖറാന തിരുനാളാണ് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെ. ഇവിടെ അതിരൂപതയിൽ ഏകീകൃത രീതിയിലുള്ള ഒരു കുർബാന എല്ലാ ഇടവകളിലും അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അതിരൂപതയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും ചില ആകുലതകളും ആകാംക്ഷകളും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ധാരണകളുമാണ് വന്നിരിക്കുന്നത്. അതെന്താണെങ്കിലും അത് ഒരു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെയും ഒരു സർക്കുലർ വഴി ജൂലൈ 3-ന് മുൻപ് എല്ലാവരെയും അറിയിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ സംഭാഷണം ജനാഭിമുഖ കുർബാനയുടെ വക്താവ് കൂടിയായ മുണ്ടാടൻ അച്ഛൻ്റേതാണ്. വിനയരാജ് വിവരങ്ങൾ നൽകുന്നു. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിലുണ്ടായിട്ടുള്ള ഈ സമവായത്തിൻ്റെ വിശദാംശം എന്ന് പറയുന്നത് ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാൻ ധാരണയായി എന്നുള്ളതാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാനയായിരിക്കും. ജനാഭിമുഖ കുർബാനയുടെ വക്താവ് കൂടിയായ മുണ്ടാടൻ അച്ഛൻ്റെ വാക്കുകളാണ് വിനയരാജ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും കൂടാതെ മാർ ജോസഫ് പാംബ്ലാനി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ ഇതിലൊരു തീരുമാനമായിരിക്കുന്നത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിലാണ് ഇപ്പോൾ സമവായമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ജൂൺ 3 മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിൽ നടക്കുന്ന ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ധാരണയായിരിക്കുന്നത്. അതായത് വൈകുന്നേരം 3:30 മുതൽ 6:30 ഇടയിലായിരിക്കും ഈ ഒരു ഏകീകൃത കുർബാന നടക്കുക എന്നാണ് അർപ്പിക്കുക. ഇതിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നാണ്, സർക്കുലറായും മറ്റും ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നാണ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സഭാ തർക്കം നിലനിൽക്കുന്നതിനിടെയായിരുന്നു ഇന്ന് വൈദിക സമ്മേളനമടക്കം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ വൈദിക സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നതും അതിൽ ഒരു സമവായത്തിനുള്ള ശ്രമം നടക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നോടിയായി രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേലിനെയും ബിഷപ്പ് ജോസഫ് പാംബ്ലാനി എന്നിവരെയും യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് സംഘടന സീറോ മലബാർ സഭ ആസ്ഥാനത്ത് രാവിലെ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ സഭാ കോടതി വിലക്കിയ വൈദികരെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രതിഷേധവും മറ്റും നടന്നിട്ടുണ്ടായിരുന്നത്. പാസ്റ്റർ സെന്ററായ കലൂർ റവന്യൂവൽ സെന്ററിലായിരുന്നു ഈ യോഗമടക്കം ചേർന്നിട്ടുണ്ടായിരുന്നത്. നിരവധിയായിട്ടുള്ള വൈദികരായിരുന്നു ഈ സമ്മേളനത്തിൽ മറ്റും പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതി അടക്കം ഉത്തരവിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വൈദിക സമ്മേളനത്തിലെത്തുന്ന വൈദികർക്ക് പൂർണ്ണ സംരക്ഷണം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തടക്കം തന്നെ പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം അടക്കം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് രാവിലെ 10:30 യോഗം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം 4 വരെ ഈ യോഗം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു യോഗത്തിൽ ഒരു ധാരണയായിട്ടുണ്ടായിരുന്നത്. ഈ സമവായമായിട്ടുണ്ടായിരുന്നത് കുർബാന തർക്കത്തിൽ സമവായമായിട്ടുണ്ടായിരുന്നത് ജൂലൈ ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായമുണ്ടായിരിക്കുന്നു. ജൂലൈ 3 മുതൽ ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനുള്ള ധാരണയാണ് ആയിട്ടുള്ളത്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.